എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് ഒരു റൈഡ് പോകാൻ പോവാണ്. എൻ്റെ ജിക്സറിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തെ തെക്കൻ സൈഡിലുള്ള നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ ഇപ്പം നിൽക്കുന്നത് വെള്ളറടയാണ്. ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാമെന്ന് പറഞ്ഞുകൂടാ, ഇവിടെ ഒരു മല കാണുന്നുണ്ട്. ആ മലയുടെ മേലിലല്ല, മലയുടെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 4.6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കണം, ശിവനൊന്നും വേറെ പണിയില്ലടാ, വിറകൊന്നും ഒത്തുവയ്ക്കാം. പിന്നെ ഇത് കണ്ട, ഞാൻ മാക്സിമം ഗോപ്രോ വാട്ടർ പ്രൂഫ് ആണ് ഓൾറെഡി, പക്ഷെ കുറച്ചും കൂടെ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് കവറും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചേക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ഈ മിറേഴ്സ് ഞാൻ നേരെ വയ്ക്കാറില്ല, കാരണം ഇത്ര വൈഡായതുകൊണ്ട് തന്നെ ഗ്യാപ്പൊന്നും അടിക്കാൻ പറ്റില്ല കേട്ടോ, ബ്ലോക്കിൻ്റെ ഇടയ്ക്കൊന്നും. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നെട്ട റൈഡിലോട്ടാണ്. ഓക്കെ, റോഡൊക്കെ നോക്കി നല്ല പൊളിക്കാൻ പറ്റിയ റോഡാണ് കേട്ടോ. നെട്ടയുടെ ഭംഗി തുടങ്ങുന്നത് ആക്ച്വലി പറയുന്നത് ഈ സ്ഥലം തൊട്ടാണ് കേട്ടോ. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ സൈഡൊക്കെ തമിഴ്നാട് ഭാഗമാണ്, ഈ സൈഡ് കേരളമാണ്. ഇവിടെ ഇത്രയും വെയിലും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം തണലുമാണ് കേട്ടോ. അവിടെ ജസ്റ്റ് മഴ പെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൂടെ ഉള്ള വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. സൈഡ് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇതാണ് കേട്ടോ നെട്ട ചെക്ക് പോസ്റ്റ്. നെട്ട ചെക്ക് പോസ്റ്റ്, അരക്കനാട്. വേറെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം എന്നൊരു സ്ഥലം തന്നെയാണ് നെട്ട എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ബോർഡറിൽ വരുന്ന ഒരു സ്ഥലമാണ് നെട്ട. ഈ സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തു നിന്ന് വെള്ളറടയ്ക്കും അടുത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് മിക്സഡ് കൾച്ചേഴ്സാണ് ഫോളോ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും മിക്സഡ് കൾച്ചേഴ്സാണ് ഇവിടുത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഈ സ്ഥലം ഇതിൻ്റെ ഗ്രീനറിക്കും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിനുമാണ് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് തമിഴ്നാട്ടിലെ ചിറ്റ ഡാമിൻ്റെ റിസർവയറും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് നിറച്ച് മലനിരകളുമാണ് കേട്ടോ. ഈ സ്ഥലം നേച്ചർ ലവേഴ്സിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് ഏത് ആംഗിൾ നോക്കിയാലും ഈ സ്ഥലം ഭയങ്കര ഫോട്ടോജനിക്കാണ്. നിങ്ങൾക്ക് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഈ സീനറിയുടെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് തോന്നും ഈ സ്ഥലത്ത് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിറച്ച് വഴിയോര കടകളാണ്. അവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് അവർ ഫിഷ് കുക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഞാനൊരു ഫിഷ് ലവർ അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ഇവരുടെ മെയിൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഫിഷിങ്ങും അതുപോലെ തന്നെ റബ്ബറും പിന്നെ പൈനാപ്പിളുമാണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അത് പറ്റിയ ഇപ്പോൾ ഇറക്കൂല. ഓക്കെ ശരി. ഗൈസ്, നേരത്തെ നമുക്ക് ആ റിസർവയറിൻ്റെ സൈഡിലൊക്കെ പോയി ഇറങ്ങി നിൽക്കാനൊക്കെ സാധിക്കുമായിരുന്നു. നല്ല കിടിൽ ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടത്തേക്ക്. ഇപ്പം അവർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആ പയ്യൻ പറഞ്ഞത് ഇപ്പം അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം കുറേ പേര് വെള്ളമൊക്കെ അടിച്ച് ബോധമൊന്നുമില്ലാതെ ആ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയി മരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് അതവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരുമാതിരിയായി. നമുക്കൊരു ഫ്രീഡം തന്നു കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ ആൾക്കാരുടെ പ്രശ്നം കേട്ടോ. എനിവേ നെക്സ്റ്റ് ടൈമെങ്കിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ മാറട്ടെ. ഗൈസ്, പിന്നെ ഇതാണ് കേട്ടോ ഈ നെട്ടയിലെ ഏക റിസോർട്ട് എന്ന് പറയുന്നത്. വൈകുണ്ഠം ലെഗസി റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഭയങ്കര പുണ്യപുരാതനമായ ഒരു റിസോർട്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. റബ്ബർ പ്ലാന്റേഷൻ്റെ നടുക്കായിട്ടാണ് ഈ റിസോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് നമ്മൾ ചെറിയൊരു നെട്ടയിലെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ദിസ് ഈസ് മീ JK സൈനിങ് ഓഫ്. ബൈ.